മുൻപ് ഈ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ കാരണം ചികിത്സ തേടി വരുന്നവർ മാത്രം പേടിച്ചാൽ മതിയാണ്. ഇപ്പൊ കൂട്ടിരിക്കാൻ വരുന്നവർ പോലും ജീവഭയത്താൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഒരു കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഇവർ ഏത് മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രമേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസം മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ. ആരെങ്കിലും ഒരു സുഖപ്രസവം ഉണ്ടായാൽ പോലും പാരസെറ്റാമോൾ കഴിച്ച് ഒരു ആളുടെ പനി മാറിയാൽ പോലും അതെല്ലാം സർക്കാരിൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം സിസ്റ്റം എറർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റത്തിൽ മന്ത്രിയില്ലേ? സ്വാഭാവികമായിട്ടും ഈ ആശുപത്രി വികസന സമിതിയുമായി ബന്ധപ്പെട്ട് അതിനെ ചെയർ ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഞാൻ തന്നെ എനിക്കെതിരായിട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നത് എങ്ങനെയുണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജില്ലാ കളക്ടർ ആ വിഷയത്തിനകത്ത് നടത്തുന്ന ഒരു അന്വേഷണം. ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഗുരുതരമായ ഒന്നിലേറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മന്ത്രിമാർ തന്നെ വന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് അകത്ത് ആളില്ല എന്ന്. മന്ത്രിമാർ തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പിന്നീടുണ്ടാകുന്ന തെരച്ചിലുകൾ എത്രമാത്രം അതിനകത്ത് അലസതയുണ്ടാകുമെന്നുള്ളത് ഇന്നലെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഇതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ 1/2 ഡസനോളം മന്ത്രിമാർ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP എന്ന് പറയുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അടക്കമുള്ള DGP, സ്റ്റേറ്റ് പോലീസ് മേധാവി അടക്കം, റവന്യൂവിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ, 4 ജില്ലയുടെ കളക്ടർമാർ, ഇവരെല്ലാവരും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിൽ ഉണ്ടായിട്ട് ഇതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ 2.5 മണിക്കൂർ വൈകി. ഒരു മനുഷ്യജീവൻ നഷ്ടമായി. 2.5 മണിക്കൂറും ഒരു മനുഷ്യജീവനും നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് തെരച്ചിൽ നടപടികൾ തന്നെ ആരംഭിക്കുന്നത്. 1. 2, ഇങ്ങനെ ഒരു കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഇവർ ഏത് മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് എടുത്താൽ മാത്രമേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസം മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ എന്ന ഈ സർക്കാരിൻ്റെ ഒരു സർക്കാർ PR എന്ന കൊള്ളരുതായ്മയുടെ രക്തസാക്ഷിയാണ് ഈ മരണപ്പെട്ട സ്ത്രീ. മുൻപ് ഈ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ കാരണം ചികിത്സ തേടി വരുന്നവർ മാത്രം പേടിച്ചാൽ മതിയാണ്. ഇപ്പോൾ കൂട്ടിരിക്കാൻ വരുന്നവർ പോലും ജീവഭയത്താൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഇത് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. നാട്ടിലെ എല്ലാ ആരോഗ്യ മേഖലയിലെ ആരെങ്കിലും ഒരു സുഖപ്രസവം ഉണ്ടായാൽ പോലും പാരസെറ്റാമോൾ കഴിച്ച് ഒരു ആളുടെ പനി മാറിയാൽ പോലും അതെല്ലാം സർക്കാരിൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം സിസ്റ്റം എറർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റത്തിൽ മന്ത്രിയില്ലേ? നേട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മാത്രമേ മന്ത്രിയുള്ളൂ, കോട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മന്ത്രിയില്ലേ? ഇത് കൃത്യമായി അവർ രാജിവെക്കുന്നവരെയുള്ള തുടർ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു.